വാട്ട് ഐ ഏറ്റ് ഓൺ മൈ ഡയറ്റ് ഡേ എന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു നോക്കാം. ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. അതിൽ നോ കോംപ്രമൈസ്. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അരമണിക്കൂർ ആകുമ്പോഴേക്കും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജീരക വെള്ളമാണ് കുടിക്കുന്നത്, വേറൊന്നുമില്ല. സാധാ വെള്ളത്തിൽ കുറച്ച് ജീരകം ഇട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്കിന് ഓപ്ഷൻസ് ഉണ്ട് അവരുടെ ഡയറ്റ് ചാർട്ടിൽ. പക്ഷേ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ജീരക വെള്ളമാണ്, എനിക്കതാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 5 ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് നാളത്തേക്ക് വേണ്ടി വെള്ളത്തിലിട്ടിരിക്കുന്ന ആൽമണ്ട്സ് ആട്ടോ. അതും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആൽമണ്ടാണ്. അത് കഴിഞ്ഞ് 9:15 ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സ്റ്റീൽ കട്ട് ഓട്സ് ഉപ്മാ വിത്ത് ലോഡഡ് വെജീസ് ആൻഡ് പനീർ. നല്ല ഹൈ പ്രോട്ടീൻ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കഴിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വയറ് ഫുള്ളായിട്ടുണ്ട്. എന്നോട് കുറച്ചുകൂടി വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അത്ര ഉപ്മാവേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 10:30 ആയപ്പോഴേക്കും നമ്മുടെ മിഡ് മീൽ ടൈമാണ്. ഞാനിവിടെ ഒരു റോബസ്റ്റ ബനാനാണ് എടുത്തിട്ടുള്ളത്. ഇതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ദിവസവും ഞാൻ ചൂസ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതുകൂടെ കഴിച്ചപ്പോഴേക്കും വയർ വീണ്ടും ഫുള്ളായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് 1 o'clock to 2 PM വരെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് മില്ലറ്റ് റൈസും ചിക്കൻ കറിയും നല്ലൊരു സാലഡുമാണ്. ചിക്കനൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം. നല്ല വലിയ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സാലഡ് മസ്റ്റായിട്ട് കഴിക്കുക, അതിൽ നോ കോംപ്രമൈസ്. അത് നല്ല ഹെവി ക്വാണ്ടിറ്റിയിൽ കഴിക്കുക കേട്ടോ. പിന്നെ റൈസും വീറ്റും ഒക്കെ നമ്മുടെ ഈ ഡയറ്റ് പ്ലാനിലുണ്ട്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മില്ലറ്റ്സിലും റാഗിയിലുമാണ് എൻ്റെ കളി കേട്ടോ. പക്ഷെ അതൊന്നും കഴിച്ചില്ല എങ്കിലും എനിക്ക് 7 ദിവസം കൊണ്ട് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഡിന്നറാണ് ഉള്ളത്. പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കോഫി എടുത്തു കേട്ടോ. കോഫിയും ടീയും അധികം എടുക്കണ്ടെന്ന് പറഞ്ഞു, എങ്കിലും ഞാനൊരു കോഫി എടുത്തിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു കോഫിയോ ടീയോ ഒക്കെ ആവാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എനിക്കൊരു ശീലമുണ്ട് കേട്ടോ, കോഫിയോ ടീയോ കുടിച്ചാൽ അതിൽ ഉറപ്പായിട്ടും മധുരം വേണം. മധുരം ഇല്ലാതെ പറ്റില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ആഡ് ചെയ്തോളൂ, ധൈര്യമായിട്ട് ആഡ് ചെയ്തോളൂ, ഡയറ്റിൽ നമുക്ക് അത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നർ ഇട്ടാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നത്. നല്ല മധുരമുള്ള ചായ. ഐസ്ക്രീമും ഷുഗർ ഫ്രീ വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. 1-2 കൊതിക്ക് വേണ്ടിയിട്ട് 1-2 സ്പൂൺ കഴിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിന്നർ ടൈമാണ്. ഇന്ന് ഉച്ചയ്ക്കും രാവിലെയൊക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഡിന്നർ എനിക്ക് അത്രയും ഹെവി ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 2 മുട്ടയിൽ ഒതുക്കുക കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോയോ സാലഡോ സൂപ്പോ അങ്ങനെ പല ഓപ്ഷൻസ് ഡിന്നറിലും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഇതിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ദിവസം നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ 2 മുട്ടയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ തീറ്റി ഇവിടെ കഴിയുകയാണ് ഗൈസ്.